നമുക്ക് ഒരു സ്റ്റഡി വ്ലോഗ് ആയാലോ. ആദ്യം തന്നെ ഫിസിക്സിന്റെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നോട്ടിൽ എഴുതാണ്. പിന്നെ കെമിസ്ട്രി ഞാൻ ലേബിളിനെ നോക്കി അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്യാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ പെട്ടെന്ന് നിൽക്കുന്നു. ഓർമ്മയിൽ എപ്പോഴും നിൽക്കാൻ ഈ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുന്നതിലൂടെ സഹായിക്കുന്നു. ഞാൻ ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കുകയാണ്. പിന്നെ ഇന്ന് പഠിക്കാനുള്ള വിഷയങ്ങളാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഫിസിക്സിന്റെ കാര്യങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ ഞാൻ വായിച്ചു നോക്കുകയാണ്. പിന്നെ അതെല്ലാം ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം ഞാൻ അതെല്ലാം ഒന്ന് റിവിഷൻ ചെയ്യുകയാണ്. പഠിച്ചത് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഫിസിക്സിന്റെ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ സ്റ്റിക്കി നോട്ട് എഴുതി റഫ് ബുക്കിൽ ഒട്ടിക്കുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷിന്റെ 7 ഏജസ് ഓഫ് മാൻ വില്യം ഷേക്സ്പിയറിന്റെ ആ ഒരു പോയം ഒന്ന് വായിച്ച് അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ റൈറ്ററിന്റെ നെയിമും പിന്നെ ആ റൈറ്ററിനെ കുറിച്ചൊക്കെ ഒന്ന് വായിച്ചു നോക്കുകയാണ്. പിന്നെ മലയാളത്തിൽ കുറച്ച് വായിച്ചു നോക്കി. അതിന് ശേഷം അതിനകത്ത് റൈറ്റർ നെയിം ഒക്കെ ഒന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാത്സിന്റെ ഇക്വേഷൻ എഴുതി പഠിക്കുകയാണ്. ശേഷം നമ്മൾ SS-ന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യുകയാണ്. ഞാൻ ഇവിടെ വരെയാണ് ഞാൻ ഇന്ന് പഠിക്കുന്നത്. കുറച്ച് റിവിഷനൊക്കെ ചെയ്തു. ഇത്രയാണ് ഇന്നത്തെ എൻ്റെ സ്റ്റഡി വ്ലോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.